പ്രബുദ്ധ കേരളത്തിൽ വയലൻസ് കൂടുതലാണ്. അത് കൗമാരക്കാരെ യുവാക്കളെ സ്വാധീനിക്കുന്നു, അക്രമവാസന കൂട്ടുന്നു എന്നുള്ളതിൻ്റെ പേരിൽ ഇപ്പോൾ മാർക്കോ എന്ന ചിത്രം ടെലിവിഷൻ പ്ലാറ്റ്ഫോമുകളിൽ അതുപോലെ തന്നെ ഇനിയിപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ നിരോധിക്കാൻ പോകുന്നു. അപ്പോൾ ഈ ഒരു ചിത്രം മാത്രമാണോ ഇതിനുള്ള കാരണങ്ങൾ മൊത്തം? എനിക്ക് തോന്നുന്നു ഈ വയലൻസ് ആയിട്ടുള്ള ചിത്രങ്ങൾ അവർ അക്രമകരമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ഇവരുടെ സംഭാഷണ രീതികൾ ഉണ്ടാക്കുന്നില്ലേ? എത്രയോ ചിത്രങ്ങളുണ്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും വൾഗറായിട്ടും വളരെ തീവ്രമായ രീതിയിലും ഭാഷകൾ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ. ശരിക്കും അത്തരം ഒരു ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അത് സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നുണ്ട്. അത് പറഞ്ഞ് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്. അക്രമം ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ നാവിൽ വന്നു ചേരുന്ന സാധനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള സംസാര രീതി സ്വായത്തമായി പോവുകയാണ്. അത് വീണ്ടും വീണ്ടും തങ്ങളുടെ ഒരു ഗ്യാങ്ങിൽ ഉപയോഗിക്കുന്നത് മൂലം കുട്ടികൾക്ക് ഇത് അങ്ങനെ ആയി പോവുകയാണ്. വീണ്ടും അത് ഇപ്പോൾ സമൂഹത്തിൽ വന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു, അവർ പോലും അറിയുന്നുണ്ടാവില്ല, ഇത് വന്നു പോവുകയാണ്. അപ്പോൾ ഇത് വന്നു പോകുമ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടില്ല, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ആരെങ്കിലും പ്രതികരിക്കുമ്പോൾ ഇവരുടെ ഒരു മൈൻഡിൽ ചെറുതായിട്ട് ഉള്ള ഒരു ലോകമുണ്ട്. അത് ലഹരിയും കൂടെ ഉപയോഗിക്കുന്നവരാണ്, പിന്നെ പറയുകയും വേണ്ട. ചെറിയതായിട്ടുള്ളൊരു ലോകമാണ്. അവരിലേക്ക് ബാക്കിയുള്ള എല്ലാവരും തന്നെ ക്ഷണിക്കപ്പെടാതെ വരുന്ന അതിഥികളായിരിക്കും. അപ്പോൾ അവരുണ്ടാക്കുന്ന ചെറിയതായിട്ടുള്ളൊരു മാറ്റം പോലും വളരെ ടോളറൻസിന് വളരെ ആയിട്ട് ഇത് ഇറിറ്റേറ്റ് ചെയ്യും. അപ്പം അതിനെക്കുറിച്ച് പ്രതികരിക്കുന്ന സമയത്തിൽ പിന്നീട് ഒരു വൈകാരിക ബോധം, ഒരു വിരോധ മനസ്സിലിങ്ങനെ ഉരുത്തിരിഞ്ഞ് വരികയാണ്. പിന്നെ അതിട്ട് നീറ്റലാണ് ഇത് സംസാരിക്കുന്നത്. പിന്നെ അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. ലഹരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവരുടെ പ്രത്യേകിച്ച് തീർന്നു. പിന്നെ അത് മനസ്സിൽ കിട്ടുന്ന ഇങ്ങനെ വിട്ടുപോകാൻ പറ്റുന്നേ ഇല്ല. അത് മനസ്സിൽ കിടന്ന് പെരുകി ഒറ്റ വഴിയുള്ളൂ പിന്നെ പ്രതികാരം ചെയ്യുക. അത് ചെയ്യും. പിന്നെയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. പിന്നെ സിനിമകൾ മറ്റൊരു രീതിയിൽ വരുത്തുന്ന ഒരു കാര്യം, സിനിമകളിലെ അക്രമവാസനകൾ, അക്രമകരമായിട്ടുള്ള സീനുകൾ കോപ്പി അടിക്കുന്ന ചെറുപ്പക്കാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് കഴിഞ്ഞൊരു ജീവിതം ആ ചിത്രത്തിൽ കാണിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്കതുണ്ട്. അങ്ങനെ ഒരു അക്രമ സംഭവങ്ങൾ കഴിഞ്ഞിട്ടും വളരെയേറെ വർഷങ്ങൾ ജീവിക്കേണ്ടവരാണ് നിങ്ങൾ ആക്രമിക്കുന്നവർ തിരിച്ച് നിങ്ങൾക്ക് പ്രതികാരം ചെയ്തേക്കാം. അവർക്കുകൊണ്ട് ജീവിതവും കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ഇല്ലേ? അപ്പം ഇത് ചിത്രങ്ങൾ മാത്രമൊന്നുമല്ല, നിങ്ങളുടെ ചിന്താരീതികളാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിനെയും ഇത് ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കേണ്ട കാര്യങ്ങളും സ്വീകരിക്കേണ്ടാത്ത കാര്യങ്ങളും നമുക്ക് മനസ്സിലാകും. അപ്പോൾ അതനുസരിച്ച് നമ്മളെ തന്നെ തിരഞ്ഞെടുക്കണം. നമുക്ക് വേണ്ട